ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ യുദ്ധം ഏറ്റവും അധികം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. ടെല്ലവീവ്, ഹൈഫ, ജെറുസലേം തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ ഫുൾ ടൈം അലർട്ടാണ്. വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കെട്ടിടങ്ങൾ തകരുന്നുണ്ട്. ട്രംപിനെ നിർത്താതെ വിരട്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി അടിക്കുന്ന, പ്രഹരമേൽപ്പിക്കുന്ന ഇറാനെയാണ് ഈ യുദ്ധത്തിൽ കാണുന്നത്. ട്രംപിന്റെ സ്വഭാവത്തെയൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ അന്യൻ സിനിമയിലെ വിക്രമിന്റെ ഓരോ കഥാപാത്രങ്ങളുണ്ടല്ലോ, അമ്പിയായിട്ട് മാറുന്നു, ചില സമയത്ത് അന്യനായിട്ട് മാറുന്നു, ചില സമയത്ത് റെമോ ആയിട്ട് മാറുന്നു. ഇതേപോലെയാണ് ട്രംപ്. ഇതങ്ങനെ ഇറാൻ അമേരിക്ക യുദ്ധം 4 ആഴ്ച പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇറാന്റെ വലിയൊരു പോരാട്ടവീര്യമാണ്. അതായത് ഒരു അത്യുന്നതയിൽ നിൽക്കുന്ന ഇറാന്റെ കരുത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇറാന് ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കേടുപാടുകളോ ഒന്നും അങ്ങനെ വലിയ എടുത്തു പറയേണ്ട ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് നേതാക്കൾ അവിടെ കൊല്ലപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷേ ഏറ്റവും പ്രഹരമേറ്റിരിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനാണ്. അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ അടുത്ത നിലപാട്, അതായത് നിലപാടുകൾ എപ്പോഴും മാറ്റി മാറ്റി പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസത്തേക്ക് വീണ്ടും യുദ്ധം ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഏകപക്ഷീയമായിട്ടാണ്. നേരത്തെ 5 ദിവസത്തെ യുദ്ധം നിർത്തിവെക്കാൻ പറഞ്ഞപ്പോഴും ഏകപക്ഷീയമായിട്ടാണ് പറഞ്ഞ് കാര്യങ്ങൾ നിർത്തിവെച്ചത്. പക്ഷെ അതിനിടയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. അപ്പം രണ്ടാമത് ഈ 10 ദിവസത്തെ പറയുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായിട്ടുള്ള മറുപടിയൊന്നുമില്ല. ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ള, ഈ യുദ്ധം 4 ആഴ്ച പിന്നിടുമ്പോൾ ഈ അമേരിക്കയും ഈ പറയുന്ന ഇസ്രയേലും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ, അല്ലെങ്കിൽ ഇറാന്റെ കരുത്തിനു മുന്നിൽ ഏകദേശം അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞ് ഇനി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണോ? ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ 10 ദിവസത്തെ ഒരു യുദ്ധം നിർത്തിവെക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ കൊണ്ട്? രേഷ്മ, ഇതിൽ ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന രേഷ്മയുടെ പരാമർശം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ നാശനഷ്ടങ്ങൾ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അതാണ് അതിലൊരു വ്യത്യാസം. ഇറാൻ പ്രതീക്ഷിക്കുകയും ഇറാൻ ഏത് നിമിഷവും ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. കഴിഞ്ഞ 46 വർഷമായിട്ട് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് അധികാരത്തിലേറിയ കാലം മുതൽ നിരവധി പ്രതിരോധങ്ങളുടെ ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചൊരു പുതുമയല്ല. ഏതു സമയവും ഒരു ആക്രമണം ഉണ്ടാകുമെന്നും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ഏതു സമയവും അവിടുത്തെ ഭരണാധികാരികൾ രക്തസാക്ഷിത്വം വരിക്കുമെന്നും തീരുമാനിച്ചുറപ്പിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ഭരണകൂടവും സൈന്യവും ജനതയുമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുള്ള, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ അവിടെ ആളപായം ഉണ്ടാകുന്നുണ്ട്. ഇതുവരെ ഏതാണ്ട് 2000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, 165ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് നരാധമന്മാർ മിസൈൽ അയച്ച് കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്, അവിടുത്തെ ഈ വാതക പ്ലാന്റുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്, വാതക സംഭരണ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്, അവിടുത്തെ വെള്ളത്തിൽ പോലും ഇന്ധനം കലരുന്ന സാഹചര്യം വ്യാപകമായിട്ടുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, വൈദ്യുതി പ്രശ്നമുണ്ട്. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു വിഷയമല്ല, ആദ്യത്തെ പ്രശ്നമല്ല എന്ന് മാത്രമല്ല, അവരിത് വരും എന്ന് കരുതി ജീവിക്കുന്ന ഒരു ജനതയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. കാരണം പ്രതിരോധത്തിന്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ട് ഇറാൻ. അവരെ സംബന്ധിച്ച് ഇത് പുത്തരിയല്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ യുദ്ധം ഏറ്റവും അധികം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇസ്രായേലിലെ ജനങ്ങൾ പോലും അവരുടെ രാജ്യത്തേക്ക് ഇത്രയും വലിയൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നവരല്ല. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഗസയിലൊക്കെ ഇത്രയധികം ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുമ്പോൾ നമ്മളൊക്കെ അതിനെതിരെ വിലപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കി 10,000-70,000 പേരെ അവിടെ വധിച്ച് അതൊരു വലിയ ദുരന്തമാണ്, മാനുഷിക ദുരന്തമാണ്, അല്ലെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടതാണ്, അവസാനിപ്പിക്കപ്പെടേണ്ടതാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് ഇസ്രായേലിൽ കുറേ പേര്, മലയാളികൾ ഉൾപ്പെടെ, ചിരിച്ചുല്ലസിച്ച് ഡാൻസ് കളിച്ച് വീഡിയോ ഇട്ടത് നമുക്ക് ഓർമ്മയുണ്ടാകും. അവരൊക്കെ മരിക്കേണ്ടവരാണ്, ഗസയിൽ കൊല്ലപ്പെടേണ്ടവരാണവർ, അവർ തീവ്രവാദി കുഞ്ഞുങ്ങളാണ്, അവർ ചാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ വർഗീയത കലർത്തി ആഘോഷിച്ചിരുന്ന കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള കുറേ ഇസ്രായേലികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാന് നേരെ യുദ്ധം തുടങ്ങിയ സമയത്തും ഡാൻസ് കളിക്കുന്ന വീഡിയോ, ഒരു യുദ്ധം തുടങ്ങി ലോകം മുഴുവൻ ആശങ്കയിൽ നിൽക്കുമ്പോഴും ഇസ്രായേലിലേക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച് ഈ ഇറാനിൽ കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും തീവ്രവാദി കുഞ്ഞുങ്ങളെന്ന് വിളിച്ച് വീഡിയോ ഇട്ട മലയാളികളായിട്ടുള്ള ചില നരാധമന്മാരുണ്ട് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട്.
അവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഞാൻ പറയുന്നത് ഒന്നും സംഭവിക്കണമെന്നല്ല. അവിടെയുള്ള ഒരു സാധാരണക്കാരനും, ഇസ്രായേലി ആയിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, ഇന്ത്യക്കാരൻ ആരായാലും യുദ്ധത്തിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പോലും കൊല്ലപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. എപ്പോഴും അതിനെയൊക്കെ അപലപിച്ചിട്ടേ ഉള്ളൂ. ഇസ്രായേലിലെ സാധാരണക്കാരൻ മരിച്ചാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം എന്നേ പറയൂ. പക്ഷെ അന്ന് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് പോലും ആഘോഷമാക്കിയ ചില വികൃത മനസ്സുള്ള ആളുകൾ, അവരെ ഒന്നും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് കാണുന്നില്ല. അതൊരു ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അതായത് അവരൊക്കെ ബങ്കറിലാണ്, അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവിടെ ജനജീവിതം ദുസ്സഹമാണ്, അവിടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെല്ലവീവ്, ഹൈഫ, ജെറുസലേം തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ ഫുൾ ടൈം അലർട്ടാണ്. വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കെട്ടിടങ്ങൾ തകരുന്നുണ്ട്. ഇന്ന് രാവിലെ 24-ന്റെ PP ജെയിംസ് സാറ്, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ തീമഴയാണ് പെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ടെല്ലവീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട അവരുടെ തലസ്ഥാന നഗരമായ ടെല്ലവീവ് നിന്ന് കത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ തിരിച്ചടി ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഇപ്പോൾ ഇറാൻ്റെ കയ്യിലാണ്. ഇറാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. അപ്പോൾ ട്രംപ് പാകിസ്ഥാന് മുന്നിൽ ഒരു 15 നിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഇറാനോട് സംസാരിക്കാൻ പറഞ്ഞു. ഇറാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ പക്കൽ ഒരു 5 നിർദ്ദേശമുണ്ട്, അത് അംഗീകരിച്ചാൽ ഈ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ഇറാൻ തിരിച്ചടിച്ചതോടുകൂടി അമേരിക്ക സ്തബ്ധരായിപ്പോയി. അപ്പോൾ ട്രംപ് അടുത്ത ഗെയിം ഇട്ടു. USS ട്രിപ്പോളി എന്ന് പറയുന്ന വലിയ പടക്കപ്പൽ വരികയാണ്, അതിൽ ഒരു 10,000 സൈനികരുണ്ട്, ഞങ്ങൾ കരയുദ്ധം തുടങ്ങാൻ പോവുകയാണെന്ന് ട്രംപ് പറഞ്ഞു. തൊട്ടു പിന്നാലെ ഇറാൻ പറഞ്ഞു, വേഗം വാ, ഇവിടെ 10 ലക്ഷം സൈനികരുണ്ട്. തൊട്ടു പിന്നാലെ ട്രംപ് പറയുകയാണ്, ഞങ്ങൾ 10 ദിവസത്തേക്ക് ഇപ്പോൾ തൽക്കാലം യുദ്ധം ചെയ്യുന്നില്ല, ഒരു ഇടവേള ആവശ്യമാണ്. അപ്പോൾ ട്രംപിനെ നിർത്താതെ വിരട്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി അടിക്കുന്ന, പ്രഹരമേൽപ്പിക്കുന്ന ഇറാനെയാണ് ഈ യുദ്ധത്തിൽ കാണുന്നത്. ഒരു വശത്ത് ഇസ്രായേലിനെ നേർക്കുനേർ അടിക്കുകയാണ്, മറുവശത്ത് ട്രംപ് എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ഏതൊക്കെ തരത്തിൽ ഇറാനെ വിറപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇറാനെ വരിഞ്ഞുകെട്ടാൻ ശ്രമിക്കുന്നു, അതിനെയൊക്കെ 10 മടങ്ങ് ശേഷിയോടെ പ്രഹരിക്കുന്ന, അടിക്കുന്ന ഇറാനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇറാനെ കീഴ്പ്പെടുത്തി, ഇറാനെ മുട്ടുകുത്തിച്ച്, ഇറാനെ സാഷ്ടാംഗം വീഴിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ജയിച്ചെന്ന് പ്രഖ്യാപിക്കാമെന്ന് ട്രംപോ ഇസ്രായേലോ കരുതണ്ട എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ട്രംപ് ഇപ്പോൾ അമേരിക്കയും കൂടി ഒരു ചെറിയ ഒരു ഭിന്നത വരുന്നത് പോലെയാണ് സാഹചര്യം മുന്നോട്ട് പോകുന്നത്. ഇത് ഇറാൻ ഒരു മുതൽക്കൂട്ടാവത്തില്ലേ? ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞത്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന ഇറാനിലെ കുറച്ച് നേതാക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ സ്ഥാനത്തേക്ക് ഇരിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രംപിൻ്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും വരുമ്പോൾ ഇതെല്ലാം ഒരു കൂട്ടി വരുമ്പോഴത്തേക്കും ഈ ഇറാന് വലിയൊരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഇറാന് സമ്പൂർണമായ മേൽക്കൈ ഈ യുദ്ധത്തിലുണ്ട്. ഇപ്പൊ ഞാൻ ട്രംപിന്റെ സ്വഭാവത്തെയൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ അന്യൻ സിനിമയിലെ വിക്രമിന്റെ ഓരോ കഥാപാത്രങ്ങളുണ്ടല്ലോ, അമ്പിയായിട്ട് മാറുന്നു, ചില സമയത്ത് അന്യനായിട്ട് മാറുന്നു, ചില സമയത്ത് റെമോ ആയിട്ട് മാറുന്നു. ഇതേപോലെയാണ് ട്രംപ്. ചില സമയത്ത് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി ഇപ്പം ഞാൻ ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞിട്ട് ഇറാനെതിരെ പറയാവുന്നതിൻ്റെ പരമാവധി പറയും. 3 ദിവസമായിട്ട് ട്രംപ് പറയുന്നത് ഇറാൻ ഒരു മാരകമായ സർപ്രൈസ് കൊടുക്കും, തിരിച്ചടി കൊടുക്കും, ഇതാണെന്നൊക്കെ പറയുന്നു. ഉച്ചച്ചൂടൊന്ന് താന്നു കഴിയുമ്പോൾ നേരെ പോയിട്ട് പാകിസ്ഥാനോട് പറയാണ്, നിങ്ങൾ പോയിട്ട് ഒരു 15 നിർദ്ദേശം ഞാൻ തരാം, ഒന്ന് ചർച്ച ചെയ്തൊന്ന് സെറ്റാക്കാൻ പറ്റുമോ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുള്ളി അമ്പിയായിട്ട് മാറും. അതായത് വളരെ താണ് കേണ് നിയമത്തിൻ്റെ വഴിയിൽ, കരാറിൻ്റെ വഴിയെ പോകാമെന്ന് പറയും. എന്നിട്ട് വൈകുന്നേരം 2:30 അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ കിളി പിന്നെയും പോകും. പുള്ളി വീണ്ടും വരും, എന്നെ സുപ്രീം ലീഡറാക്കാൻ ശ്രമിച്ചു, ഞാനായിരുന്നു ഇറാൻ്റെ ഭരണാധികാരിയാകേണ്ടിയിരുന്ന ആൾ, ആയത്തുള്ള അലി ഖാംനേയ്ക്ക് പകരം ആയത്തുള്ള ഡൊണാൾഡ് ട്രംപ് ആയിട്ട് ഞാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പറയും. ഇത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് രാവിലെ പുള്ളി പറയാണ് എനിക്കൊരു 10 ദിവസം റെസ്റ്റ് വേണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവൻ നിരീക്ഷിക്കുന്ന ആളുകൾ, അതായത് ട്രംപ് യുദ്ധം ഡേ 1 മുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളും 2 പട്ടികയാക്കുക, ഓരോന്നായിട്ട് എഴുതുക. എന്നിട്ട് ഇതിൽ ഏതൊക്കെ യാഥാർത്ഥ്യമായി, ഏതൊക്കെ ഏത് വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊന്ന്. 2, ഇദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ തമ്മിൽ പുലബന്ധം പോലുമില്ല. അത് 2. മൂന്നാമത്തെ കാര്യം, ലോകത്തിന് മുന്നിൽ ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലേക്ക് ട്രംപിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നൽകിക്കൊണ്ടിരിക്കുകയാണ്.
അവിടുത്തെ ജനങ്ങൾ പോലും അതെ, ഇത് കളിയാക്കി. അവിടുത്തെ ഈ ജനങ്ങൾ പോലും ഒരു കളിയാക്കി. ലോകശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ലോകശക്തി എന്ന് സ്വയം അവകാശപ്പെടുന്ന ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അയാൾ പറയുന്ന വാക്കുകളെ അവിടുത്തെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഭ്രാന്തൻ്റെ ജൽപ്പനമെന്നാണ്. ട്രംപിൻ്റെ വാക്കുകളെ അവിടുത്തെ മാധ്യമങ്ങൾ പോലും പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ആ നിലയിലേക്ക് ട്രംപിൻ്റെ ക്രെഡിബിലിറ്റി മുഴുവൻ പോയിരിക്കുന്നു. അതായത് ഞങ്ങൾ ഇറാനെ തച്ച് തകർക്കും, ഞങ്ങൾ ഇറാനെ ഇപ്പോൾ തീർക്കും എന്ന ട്രംപിൻ്റെ വെല്ലുവിളികളെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയായി. എന്നാൽ ഇറാനെ നോക്കുക, ഇറാൻ തുടക്കം മുതൽ ഒറ്റയ്ക്ക് കളിക്കുകയാണ്. അവർക്ക് ആരുമില്ല കൂട്ട്, അവർ ഒറ്റയ്ക്കാണ്. റഷ്യയും ചൈനയും സഹായിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അങ്ങോട്ട് പോയി ഇറാൻ സഹായം ആവശ്യപ്പെട്ടതിൻ്റെ ഒരു രേഖകളോ ഒരു തെളിവുകളോ എവിടെയുമില്ല. അതെന്ന് മാത്രമല്ല, ഇറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇറാൻ തുടക്കം മുതൽ പറയുന്നത് നോക്കുക, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഒരു കരുണയുമില്ലാതെ തിരിച്ചടിക്കും, പിന്നെ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് ഞങ്ങളായിരിക്കും, പിന്നെ ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ ഇറാൻ തുടക്കം മുതലേ വെല്ലുവിളിയിലൂടെ നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു. ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അത് വലിയ സാമ്പത്തിക ചെലവ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കും. എണ്ണവില കുതിച്ചുയരും. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കയിലേക്ക് കപ്പലുകൾ വരില്ല. അവസാനം അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറും. എണ്ണവില കുതിച്ചുയരും, സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, അമേരിക്കയിൽ ക്രൈസിസ് വരും, അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങും, ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ പോയിട്ട് ഒടുവിൽ സ്വന്തം രാജ്യത്ത് ആഭ്യന്തര കലാപം കാണേണ്ടി വരും ട്രംപ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ട്രംപ് ആദ്യം ഒരു 5 ദിവസം വെടിനിർത്തൽ പറഞ്ഞു. ഇപ്പോൾ ഒരു 10 ദിവസത്തേക്ക് കൂടി ഭാഗികമായ വെടിനിർത്തൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇസ്രായേലുമായിട്ടൊരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി അതിനെ പിന്തുണച്ച് ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ട്രംപ് ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് പതുക്കെ പിൻവലിയുന്ന, തലയൂരുക തടി കഴിച്ചിലാക്കുക എന്ന് പറയും, അങ്ങനെ നൈസായിട്ട് ഊരാനുള്ള ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ ഈ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളിലേക്ക് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഒന്ന്, അവിടുത്തെ 80% ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അവരുടെ ഏറ്റവും വലിയൊരു വാതക സംഭരണ കേന്ദ്രത്തിലേക്ക് ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ അമേരിക്ക പറഞ്ഞു ഇനി ഒരു കാരണവശാലും ഇറാനിലേക്ക് നടത്തിയ ഡെമോണ എന്ന് പറയുന്നത് ഇസ്രായേലിലെയാണ്. ഇറാനിലെ വാതക കേന്ദ്രത്തിലേക്ക് ഒരു വലിയ ആക്രമണം ഇസ്രായേൽ നടത്തി. അപ്പോൾ അതിനുശേഷം അമേരിക്ക കുപിതരായിട്ട്, അതായത് ട്രംപ് പെട്ടെന്ന് പറഞ്ഞു മേലാൽ അങ്ങനെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത്, അത് ഞങ്ങളുടെ അറിവോടെ അല്ല എന്ന് അമേരിക്ക പറഞ്ഞു. പക്ഷേ ഇതിന് പകരം ഇറാൻ ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ വാതക പ്ലാന്റുകളിലേക്കും ഓയിൽ കേന്ദ്രങ്ങളിലേക്കും അവിടുത്തെ സംഭരണികളിലേക്കും ഒക്കെ ആക്രമണം നടന്നു. കുവൈറ്റ് പറയുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള 18% ഓയിൽ കത്തിപ്പോയി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നു കഴിയുമ്പോൾ ഇറാൻ അതിന് കാരണമായി പറഞ്ഞ് ഞങ്ങളുടെ ഊർജ്ജ കേന്ദ്രത്തിൽ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രം അടിച്ചു തീർക്കും. കാരണം അമേരിക്കയ്ക്ക് കണ്ണുള്ള ഊർജ്ജ കേന്ദ്രങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. പലതിലും അമേരിക്കൻ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളുമാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണത്തിന് പകരമായിട്ട് തകർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്കയ്ക്കാണ് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത്. ഇസ്രായേലിലെ നഗരങ്ങൾ തകരുന്നു, ഇസ്രായേലിലെ ആണവ കേന്ദ്രം ഡെമോണ ആണവ നിലയത്തിന് സമീപം ആക്രമണം ഉണ്ടാകുന്നു, ഇസ്രായേലിനും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ, അപ്പം പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് അമേരിക്കയും അമേരിക്കയുടെ ഓയിൽ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും അമേരിക്കൻ കപ്പലൊക്കെയാണ്. USS ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ കപ്പൽ കത്തി ഗ്രീസിൽ പോയി കിടക്കുകയാണ്. USS എബ്രഹാം ലിങ്കന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി എന്ന് പറയുന്നു. ആ കപ്പൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പതാ ആ കപ്പല് കത്തിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇറാൻ അതിന് വിഷ്വൽസ് പുറത്തു വിടുന്നുണ്ട്. അമേരിക്കയുടെ F-18 വിമാനം അടിച്ചിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇതൊക്കെ അവർ കൃത്യമായി ക്ലെയിം ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഇപ്പൊ USS എബ്രഹാം ലിങ്കൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമേരിക്ക പറയുന്നത് USS ട്രിപ്പോളി വരികയാണ്, അതിന് 10,000-ഓളം പേര് വരികയാണെന്ന്. അപ്പോൾ ഇറാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോകാം, അവിടെ 10 ലക്ഷം സൈനികരെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, വിവരമറിയും എന്ന് പറഞ്ഞു. തൊട്ട് പിന്നാലെ ട്രംപ് 10 ദിവസത്തേക്ക് ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പണ്ടൊക്കെ എന്ന് പറഞ്ഞപ്പം വെല്ലുവിളികൾ നടത്തി ആളുകളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായിരുന്നു അമേരിക്ക പലപ്പോഴും ചെയ്യുക. അല്ലെങ്കിൽ കുറേ സൈനികരെ വിടും, കുറച്ച് ബോംബിടും, അതിനുശേഷം ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പക്ഷെ ഇവിടെ
ഇറാൻ ഇവരെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളതാണ് ഇറാന്റെ തന്ത്രം. കാരണം ഇറാനെ സംബന്ധിച്ച് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ ആയത്തുള്ള അലി ഖാംനി എന്ന പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു, പ്രധാനപ്പെട്ട സകല നേതാക്കളെയും വധിക്കുന്നു. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയ്ക്കും ഇസ്രായേലിനും രക്ഷയില്ല. അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഇനി അല്ല ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല. യുദ്ധം ചെയ്ത് അവരുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ശേഷി കുറച്ചു, ഇറാന്റെ സൈനിക ശേഷിയും മറ്റ് ശേഷികളും ഒക്കെ തകർത്തു എന്ന് നിരന്തരമായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും സത്യമല്ല എന്ന് തെളിയുന്ന വിധത്തിൽ ഇറാൻ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നുള്ള ചോദ്യത്തിന്, അല്ലെങ്കിൽ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള സഖ്യകക്ഷികളുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ ചോദ്യത്തിന് ഒരു മറുപടിയുമില്ലാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിൽ യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്തണമെന്നുണ്ട്, അവരതിനനുസരിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 10 മടങ്ങ് തിരിച്ചു കിട്ടുന്നുണ്ട്. അമേരിക്കയാകട്ടെ ഇസ്രായേലിന് ബാക്കപ്പ് കൊടുക്കാൻ തയ്യാറല്ല. ഇനി ഈ യുദ്ധം കൊണ്ടുപോകണ്ടെന്നുള്ള നിലയിലേക്ക് അമേരിക്ക പതുക്കെ പിന്മാറുന്ന കാഴ്ചയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദമുണ്ട്. ആഗോളതലത്തിൽ എണ്ണ വില ഉയരുന്ന അമേരിക്കയ്ക്കും ഡോളറിനും ഒക്കെ തിരിച്ചടിയാകുന്ന സാഹചര്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക തടിയൂരാൻ നോക്കുമ്പോൾ ഇസ്രായേൽ അപ്പുറത്ത് യുദ്ധം കടുപ്പിക്കുന്നു. അതിനിടയിൽ ഇറാൻ ഒരു തരത്തിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ കണ്ടീഷൻസ്, ഞങ്ങളുടെ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന കടുത്ത നിലപാടുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഒരൊറ്റ യുദ്ധ കേന്ദ്രങ്ങളും ഉണ്ടാവില്ല. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഇറാനെ ലോകശക്തി എന്ന നിലയിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ഇറാനെ അവരുടെ വഴിക്ക് വിടേണ്ടി വരും. അങ്ങനെ വന്നാൽ ട്രംപ് ഭയക്കുന്നത് പോലെ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ശാക്തിക ചേരി രൂപം കൊള്ളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ. അത് പിന്നീട് ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. ട്രംപിൻ്റെ പശ്ചിമേഷ്യയിലെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങളടക്കം തകരുന്ന സാഹചര്യം വരും. അപ്പോൾ ഇറങ്ങിത്തിരിച്ച് അവസാനം വലിയൊരു ഊരാക്കുടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യം.